ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ 4th ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഷെയ്ഡ് 1/2 ഓഫ് ദ സർക്കിൾസ് ഇൻ ബോക്സ് എ, 2/3 ഓഫ് ദ ട്രയാങ്കിൾസ് ഇൻ ബോക്സ് ബി, 3/5 ഓഫ് ദ സ്ക്വയേഴ്സ് ഇൻ ബോക്സ് സി. 1/2 ഓഫ് ദ സർക്കിൾസ് ഇൻ ബോക്സ് എ എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര നമ്പർ ഉണ്ടോ അതിൻ്റെ 1/2 എടുത്തിട്ട് അത്രയും സർക്കിൾസ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇവിടെ എത്ര സർക്കിൾസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമ്മൾ 12 എഴുതി കൊടുക്കാം. 1/2 ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/2 ചെയ്യണം. ഇവിടെ ഓഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് കേട്ടോ മീനിങ്. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. 12 ഇൻറ്റു 1 ഈസ് 12/2. സിംപ്ലസ്റ്റ് ഫോമിലാക്കാലോ നമുക്ക്. 12-ൽ 2 6 ടൈംസ്, 2-ൽ 2 1 ടൈം. അപ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടി. അപ്പോൾ 6 സർക്കിൾസ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ഈസി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2/3 ഓഫ് ദ ട്രയാങ്കിൾസ് ഇൻ ബോക്സ് ബി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 എഴുതാം. 2/3 ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ബോക്സ് ബി എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻറ്റു 2/3 ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാം. 9 ഇൻറ്റു 2 ഈസ് 18/3 കൊടുക്കാം. 6 3s are 18. 3-ൽ 3 1 ടൈം. അപ്പോൾ നമുക്ക് 6 എന്ന് തന്നെ കിട്ടി. 6 ട്രയാങ്കിൾസ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 3/5 ഓഫ് ദ സ്ക്വയേഴ്സ് ഇൻ ബോക്സ് സി. ഇതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 15 ഇവിടെ എഴുതാം. ഇൻറ്റു 3/5. 15 ഇൻറ്റു 3 ഈക്വൽസ് ടു 45/5 എന്ന് എഴുതാം. 9 5s are 45. 5-ൽ 5 1 ടൈം. നമുക്ക് 9 എന്ന് കിട്ടി. അപ്പോൾ 9 സ്ക്വയേഴ്സ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇനി എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ ആൻസർ എഴുതിയത് അല്ലേ? ഇവിടെ നമ്മൾ 12 ഇൻറ്റു 1 12 എഴുതി, /2 എഴുതി. അതല്ലാതെ തന്നെ നമുക്ക് 12 ഇൻറ്റു 1/2 എന്ന് എഴുതിയിട്ട് 12-ൽ 2 6 ടൈംസ്, 2-ൽ 2 1 ടൈം. അപ്പോൾ നമുക്ക് 6 ഇൻറ്റു 1 6 എന്ന് കിട്ടും. ഇത്ര ഈസി ആയിട്ട് കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പും പറഞ്ഞു തരാമല്ലോ എന്ന് വെച്ചിട്ടാണ് ആദ്യം അങ്ങനെ ചെയ്തത്. ഇങ്ങനെയും ചെയ്യാമല്ലോ നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9 ഇൻറ്റു 2/3 എങ്ങനെ ചെയ്യാം? 9-ൽ 3 ടൈംസ്, 3-ൽ 3 1 ടൈം. 3 ഇൻറ്റു 2 ഈസ് 6. ഈ സെയിം ആൻസർ തന്നെയാണല്ലോ നമുക്ക് കിട്ടിയത്. ഇനി നോക്കാം. 15 ഇൻറ്റു 3/5. 15-ൽ 5 3 ടൈംസ്, 5-ൽ 5 1 ടൈം. 3 3s are 9. അപ്പോൾ സെയിം ആൻസർ കിട്ടിയില്ലേ? ഇപ്പോൾ ഇവിടെ കുറച്ച് വലിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം തന്നെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കൂട്ടുകാരെ, പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീഡിയോയെക്കുറിച്ച് എല്ലാവരുടെ അടുത്തും പറയണേ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ. താങ്ക് യു.